അച്ഛനും അമ്മയും അധ്യാപകരാണ് അല്ലേ? അധ്യാപകരുടെ മകൻ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ എത്തിയത്? വളരെ ആകസ്മികമായിട്ടാണ് ബിസിനസ്സിലേക്ക് വന്നത്. ഞാനും എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഉം. 2 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. ആ സമയത്ത് എനിക്ക് ജോലി ഒന്ന് റിസൈൻ ചെയ്യേണ്ട സാഹചര്യം വന്നു. അമ്മയുടെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ജോലിയിൽ നിന്നും മാറിയത്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനൊരു അതിനുശേഷം വീട്ടിൽ കുറച്ച് നാൾ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പോൾ അന്നൊരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു, ഓസോൺ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള പേരിൽ. അപ്പോൾ ആ സ്ഥാപനം നടത്തുന്ന ആ വ്യക്തി എനിക്ക് പരിചയമുള്ള ആളായിരുന്നു, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനത് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടോ ഒന്ന് നടത്തി നോക്കിക്കൂടെ, ഒന്ന് എക്സ്പെരിമെൻ്റ് നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സ്ഥാപനം ഞാൻ ഏറ്റെടുക്കുകയും, ചെറിയൊരു സ്ഥാപനമാണ്, കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു അത്. അങ്ങനെയാണ് പിന്നീട് ബിസിനസ്സിലേക്ക് വരാൻ ഇടയായ സാഹചര്യം അതാണ്. പിന്നീട് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അന്ന് ഓസോൺ ഒരു സ്ഥാപനം ഏറ്റെടുക്കുമ്പോൾ അതൊരു റിസ്ക് പിടിച്ചൊരു കാര്യമായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു അന്ന് ഡീൽ ചെയ്തതൊക്കെ? അന്ന് പിന്നെ ചെറിയൊരു വർക്കിംഗ് ക്യാപിറ്റൽ മതിയായിരുന്നു. ഒരു ചെറിയ വർക്കിംഗ് ക്യാപിറ്റൽ കൊടുത്താൽ അദ്ദേഹം അതേ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. 40,000 റുപ്പീസ് മാത്രമായിരുന്നു അന്നത്തെ ഒരു മൂലധനമായിട്ട് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫാദറുമായി സംസാരിച്ച് അങ്ങനെ ആണത്, ആ പൈസ തന്നു. അങ്ങനെയാണ് നമ്മളത് തുടങ്ങിയത്. പക്ഷേ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് ബിസിനസ്സിനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട് തന്നെ, ബിസിനസ്സുകാരെയും ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ. അപ്പോൾ ഇതിനകത്തുള്ള അവസരങ്ങൾ, ജോലിയേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ബിസിനസ്സിലുണ്ടെന്നുള്ള നേരത്തെ മുതൽ പുറത്തു നിന്ന് തന്നെ ബിസിനസ്സിനെ കാണുമ്പോഴേ തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു റിസ്ക് എടുക്കാവുന്നത്, ചെറിയ റിസ്ക് ആയിരുന്നല്ലോ, ആ ഒരു എമൗണ്ടിലെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ. അങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഓസോണിന് എപ്പോഴാണ് ഈ ഓക്സിജനിലേക്ക് പിന്നീട് അത് ഞങ്ങൾ ഓസോൺ ചെയ്ത സമയത്ത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേമായിട്ടാണ് ഓസോൺ വർക്ക് ചെയ്തത്. അതായത് ഈ കമ്പ്യൂട്ടറിൻ്റെ സ്പെയർ പാർട്സിൻ്റെയും പെരിഫറൽസിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെറിയ ചെറിയ ഡീലേഴ്സിനെ കണ്ടെത്തി അവർക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ഹോൾസെയിൽ ഡീലർ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. പിന്നീട് റീറ്റെയിലിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം തോന്നി. കാരണം അന്ന് പിന്നീടാണ് റീറ്റെയിൽ വളരെ സജീവമായിട്ട് വന്നത് ഈ മേഖലയിൽ. അത് ലാപ്ടോപ്പുകളുടെ വന്നു. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആയിരുന്നു ആദ്യം നമ്മൾ സെല്ല് ചെയ്തിരുന്നത്. പിന്നെ ലാപ്ടോപ്പ് എന്നുള്ള പ്രോഡക്റ്റ് അന്നില്ല. അപ്പോൾ ലാപ്ടോപ്പ് പിന്നീട് എത്തി, ആളുകൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന കമ്പ്യൂട്ടർ എന്നുള്ള നിലയ്ക്ക്, മൊബിലിറ്റി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു റീറ്റെയിൽ സാധ്യത അവിടെ തെളിഞ്ഞു. ആ സമയത്ത് എനിക്കൊരു മേജർ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ എനിക്കൊരു 6 മാസത്തോളം ബെഡ് റിഡനായിട്ട് കിടക്കേണ്ടൊക്കെ സാഹചര്യം വന്നു. ആ സമയത്താണ് ഈ ഹോൾസെയിൽ ബിസിനസ്സിൽ എപ്പോഴും നമ്മുടെ പണം പുറത്തായിരിക്കുമല്ലോ, നമ്മൾ ക്രെഡിറ്റിലൊക്കെയാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ റെഡി ക്യാഷിൽ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണല്ലോ റീറ്റെയിൽ. നമ്മൾക്ക് നമ്മൾ ക്യാഷ് അപ്പം തന്നെ കിട്ടുകയാണല്ലോ. അപ്പോൾ ആ റിസ്ക് കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു ഈ അപകടമായി കിടന്ന സമയത്ത്. 2, റീറ്റെയിലൊരു സാധ്യത അവിടെയാണ്. ഡിസ്പ്ലേ ചെയ്ത് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് കാണിച്ചുകൊണ്ട് വിൽക്കുന്ന ഒരു ബിസിനസ് മോഡലൊക്കെ ആ സമയത്താണ് വന്നത്. അപ്പോൾ ആ റൈറ്റ് ടൈമിൽ നമുക്ക് ആ ഒരു മേഖലയിലേക്ക് കടക്കാൻ, അത് ഓക്സിജൻ എന്നുള്ള പേരിലാണ് നമ്മളിപ്പോൾ. ഓക്സിജനുള്ള പേര് എങ്ങനെയാണ് ഓസോണുമായിട്ട് റിലേറ്റഡ്? ഓസോൺ O3, ഓക്സിജൻ O2, അതിന്റെ കെമിക്കൽ അങ്ങനെയാണല്ലോ. അതെ, അങ്ങനെ ഒരു കണക്ഷനും കൂടെ ഉണ്ട്. പിന്നെ ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു പേര് എന്നുള്ള നിലയ്ക്കാണ് അത്. എന്താണ് ഓക്സിജന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? കൺസ്യൂമർ സെൻട്രിക് ആണ് നമ്മൾ ബേസിക്കലി. കൺസ്യൂമർക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അത് പറയുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കൺസ്യൂമർ എന്താണ് ആഗ്രഹിക്കുന്ന ഒരു ഷോപ്പിൽ നിന്നും, അല്ലാതെ ഓക്സിജൻ എന്താ ആഗ്രഹിക്കുന്നു എന്ന് ഓക്സിജൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ അത് കൺസ്യൂമർ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ ആളുകൾക്ക് എന്താണ് ആവശ്യം, ആളുകൾക്ക് എന്ത് കേൾക്കാനാണ് ഇഷ്ടം, അത് നമ്മൾ പറയാൻ ശ്രമിക്കുന്നു അല്ലേ. മാർക്കറ്റിങ്ങിലൂടെയായാലും നമ്മൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ വലിപ്പവും നമ്മുടെ ഹൈപ്പും നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കൺസ്യൂമർ സെൻട്രിക് ആയിട്ടാണ് നമ്മൾ മാർക്കറ്റിങ്ങിനെ ആയാലും കാണുന്നത്, സെയിൽസിനെ ആയാലും കാണുന്നത്, ആഫ്റ്റർ സെയിൽ സപ്പോർട്ടിനെ ആയാലും കാണുന്നത്. എന്താണ് കൺസ്യൂമർക്ക് ആവശ്യമുള്ളത് അത് എത്തിക്കുക. പിന്നീട് ഉള്ള ആഫ്റ്റർ സെയിൽ സപ്പോർട്ട്, ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് പിന്നീടുള്ള സർവീസ് സപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റതിന് ശേഷമാണ് ബന്ധം തുടങ്ങുന്നത് നമ്മൾ. കാരണം അത് ഉപയോഗിക്കുന്നിടത്തോളം കാലം നമ്മളെ അപ്രോച്ച് ചെയ്യും കൺസ്യൂമർ. അപ്പം നമ്മൾ ക്ഷമയോടെ അവധാനതയോടുകൂടി വെയിറ്റ് ചെയ്യണം, എല്ലാവർക്കും കൊണ്ട് സപ്പോർട്ട് കൊടുക്കും. ഇപ്പോൾ R&D പീരീഡിൽ ആക്ച്വലി മാനുഫാക്ചേഴ്സാണ് വാറണ്ടി കൊടുക്കുന്നെങ്കിൽ തന്നെയും ഞങ്ങൾ എപ്പോഴും അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്സിജൻ കെയർ എന്ന പേരിൽ ഒരു സർവീസ് സെൻറ്റർ എല്ലാ ഷോറൂമിനോടനുബന്ധിച്ചും ഉണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ തന്നെ ഇതിന് മുകളിലത്തെ നിലയിൽ ഞങ്ങൾ വലിയൊരു ഏരിയ അതിനെ സർവീസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു ഇൻകം നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല, പക്ഷെ നമുക്കൊരു സപ്പോർട്ടാണ് അവിടെ കൊടുക്കുന്നത്. അത് സെയിൽസിനെ നമുക്ക് ഒത്തിരി സഹായിക്കാറുണ്ട്. അവിടുന്ന് വാങ്ങിയാൽ അത് അവരുടെ സപ്പോർട്ട് ഉണ്ടാവും.
ഇ കോമേഴ്സ് നേരത്തെ ചോദിച്ചല്ലോ, ഇ കോമേഴ്സിൽ ഒരു yes, പക്ഷേ yes. അത് കിട്ടുന്നില്ലല്ലോ ആളുകൾക്ക്. ആ അപ്പം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ ഞങ്ങൾ കരുതി. അപ്പം അങ്ങനെ കൺസ്യൂമർ സെൻട്രിക് ആയിട്ടാണ് ഏത് ആംഗിളിൽ എടുക്കുമ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ദുൽഖർ സൽമാനെ ചൂസ് ചെയ്തത് ഒരു യൂത്ത് ഐക്കണാണ്. Yes. പിന്നെ ഇത്തരം പ്രോഡക്റ്റുകളുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. നമ്മൾക്കറിയാവുന്ന കൂടുതൽ ടെക്നോളജി അല്ലെങ്കിൽ ലേറ്റസ്റ്റ് പ്രോഡക്ട്സ് അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്. അപ്പം അങ്ങനെ ഒരാൾ തന്നെ ഉറപ്പായിട്ടും അത് ചെയ്യാനായിട്ട് വരണം. അതെ നോളജ് ഉള്ള ഒരാൾ തന്നെ വരുന്നത് നല്ലതാണല്ലോ. പിന്നെ അങ്ങനെ ധാരാളമായി പരസ്യങ്ങൾ അഭിനയിക്കുന്നില്ല, കുറച്ച് സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. Yes.